ഹായ് ഗൈസ്, ഞാനിപ്പോ എങ്ങോട്ട് പോവാണെന്നാ? ഞാനേ ആക്ച്വലി ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നേ. പെട്ടെന്ന് നോക്കുമ്പോ സ്റ്റോറേജ് ഫുള്ളൊന്ന് ആകെ പെട്ടില്ലേ. നേരത്തെ എന്റെയിൽ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്റെയിലാണെങ്കിൽ അപ്പം USB-യുടെ ഒരു ഇതുണ്ടായിരുന്നേ. എന്നിട്ടാ നമ്മളെ കണക്ടർ ഇല്ലേ, ആ ഒരു കണക്ടർ ഉണ്ടായിരുന്നേ. അപ്പം നമ്മളെ ഫോണിലത്തെ സ്റ്റോറേജ് USB-യിലേക്ക് ആക്കുന്ന ആ ഒരു സംഭവം, അതെന്റെ താഴെ വീണൊന്ന് പൊട്ടിപ്പോയി. അങ്ങനെ സാധനം ഇപ്പൊ ഇല്ല. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പോവാൻ വേണ്ടി പോണത്. അപ്പൊ എറണാകുളത്താണ് പോകേണ്ടത്. എറണാകുളത്ത് നിന്നാണ് സാധനം കിട്ടുള്ളൂ, നല്ലത് കിട്ടുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോവാ, ബസ്സിനാണ് പോണത്. അപ്പൊ അങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എത്തുമ്പോ തന്നെ ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ എറണാകുളത്തേക്കുള്ള ബസ്സാണ്. അപ്പൊ അതില് ഓടിച്ചാടി കയറി കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ഒരു സീറ്റിലിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബസ് കാലിയായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ സീറ്റിലൊക്കെ കയറിയിരുന്നു. പിന്നെ ഞാൻ കുറേ നാളായി ബസ്സിലൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട്. അപ്പം അത് കാരണം അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ കാറ്റൊക്കെ ഇല്ലേ, ഈ കാറ്റുകളൊക്കെ ഇങ്ങനെ വന്ന്, പക്ഷെ കാറ്റുകളല്ലല്ലോ, കാറ്റ് വന്നിങ്ങനെ തടഞ്ഞു പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. ആ ഫീല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് കാണുന്നത്. ഈ ഒരു സാധനത്തിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മീറ്റപ്പായിരുന്നു കേട്ടാ. അപ്പം ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ടിട്ട് ഭയങ്കര ഉറക്കമൊക്കെ ആയിരുന്നു. എടുക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുക തന്നെ ചെയ്യണമല്ലോ വീഡിയോയില്. അങ്ങനെ നേരെ കുറെ കത്തിയൊക്കെ വെച്ച് നിങ്ങൾ പെന്നാമേനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പത്തേ ഇതാണ് സ്റ്റോർ, ഹലോ മൊബൈൽസ്. ഇവിടെ നിന്നാണ് ഈ സാധനം, ഈ ഒരു സാധനം കണ്ട OTG ലൈറ്റ്നിങ്. ഈ സംഭവമാണ് എൻ്റെ അടുത്തുനിന്ന് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. ഇത് വാങ്ങിക്കാനാണ് വന്നത്. ഇതാണ് പെൻറ്റാമേനട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ, ഇതാണ് ഇതിന്റെ അകം. പിന്നെ പറയാൻ വിട്ട കാര്യം, നമ്മളെ കസിൻ നിൽക്കുന്ന കടയാണ് കേട്ടോ. അത് കണ്ടില്ലേ, റിച്ചു നിൽക്കുന്ന ഷോപ്പാണ്. എടുത്തടാ പിന്നെ ഞാൻ ഇന്ന് വൈറലാക്കും. അങ്ങനെ അവിടെ കുറച്ച് കത്തിയൊക്കെ ചെയ്യേണ്ട. പിന്നെ അതേ ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് പോകാനുള്ള തന്ത്രപ്പാടി. അപ്പം അത് ഞാൻ നോക്കുമ്പോൾ ബസ്സിൽ സീറ്റ് പോലും ഇല്ല ഗൈസ്. അങ്ങനെ ഞാൻ നിന്ന് നേരെ വീടിൻ്റെ ബസ് സ്റ്റോപ്പ് എത്തി ഗൈസ്. അങ്ങനെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു, മീൻസ് രാത്രി ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. തൽക്കാലം കവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഇത്രയുള്ളൂ വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.